ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2024 ജൂലൈ 17 ബുധനാഴ്ച ഏകാദശി, ദേവശയനി ഏകാദശി. ജൂലൈ 16 രാത്രി 8:33 മുതൽ ജൂലൈ 17 രാത്രി 9:02 വരെയാണ് ഏകാദശി തിഥി. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന പുണ്യമായ ദിനത്തിൽ നമുക്ക് ഏകാദശിയായിട്ട് ആചരിക്കാം. അതായത് 17 ദേവശയനി ഏകാദശിയായിട്ട് ആചരിക്കാം. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയെ ദേവശയനി ഏകാദശി എന്ന് പറയുന്നു. ദേവശയനി ഏകാദശി നാളിൽ നിന്നാണ് മഹാവിഷ്ണുവിൻ്റെ ശയനകാലം ആരംഭിക്കുന്നത്. ഒഡീഷയിലെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ ഏകാദശി ആചരിക്കുന്നത്. എത്ര പേര് ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അവിടെ വലിയ പ്രസിദ്ധമായ രഥയാത്രയാണ് ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഏകാദശി വരുന്നത്. ഈ ദേവശയനി ഏകാദശിയെ പത്മ ഏകാദശി എന്നും ആഷാധി ഏകാദശി എന്നും ഹരിശയനി ഏകാദശി എന്നും വിളിക്കുന്നുണ്ട്. ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. ഏകാദശി വ്രതത്തിൻ്റെ അടുത്ത ദിവസം സൂര്യോദയത്തിന് ശേഷമാണ് പാരണ നടത്തുന്നത്. മഹാദ്വാദശി തിഥി അവസാനിക്കുന്നതിന് മുമ്പ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ ദിവസം ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. അതുപോലെ മറ്റൊരു സമയമാണ് ഹരിവാസര സമയം. ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭൂമിയിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉള്ള സമയത്തിനെയാണ് അങ്ങനെ പറയുന്നത്. ആ സമയത്ത് പരമാവധി സമയം നാമം ചൊല്ലിയിരിക്കുക എന്നുള്ളതാണ് ഓരോ ഭക്തരും ചെയ്യേണ്ടത്. ആ സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ വ്രതം മുറിക്കാൻ പാടില്ല. അതുപോലെ വ്രതാനുഷ്ഠാനം നടത്തുന്ന ഭക്തർ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമ്മൾ പാരണ വീടുന്നത് രാവിലത്തെ സമയത്താണ് ഏറ്റവും ഉത്തമം. ഇനി ഏതെങ്കിലും ആളിന് രാവിലെ നോമ്പ് മുറിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഉച്ചയ്ക്ക് ശേഷം അവരുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് വ്രതം അവസാനിപ്പിക്കുന്നത് ഒഴിവാക്കണം. അതുപോലെ തന്നെ പാരണ വീടുന്നത് രാവിലെ പാരണ വീടാൻ സാധിക്കുന്നില്ല ഏതെങ്കിലും ഒരാൾക്ക്, അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വേണം പാരണ വീടാൻ. ഇനി പാരണ വീടേണ്ടത് എങ്ങനെയാണ് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നും കൂടെ പറയാം. വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് അവിടുന്ന് തീർത്ഥം മേടിച്ച് കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ പ്രാർത്ഥിച്ച് തീർത്ഥം കുടിച്ച് ഭഗവാൻ എന്തെങ്കിലും നൈവേദ്യം വെക്കുന്നുണ്ടെങ്കിൽ ആ നൈവേദ്യം കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് പാരണ വീടേണ്ടത്. ഇനി ഏകാദശി ദിവസത്തിൻ്റെ തലേ ദിവസം നമ്മൾ വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുക. അതായത് ഒരു നേരം അരിഭക്ഷണം കഴിച്ച് രാവിലെ ഗോതമ്പോ മറ്റെന്തെങ്കിലുമോ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നമുക്ക് ചോറുണ്ണാം. സന്ധ്യയ്ക്ക് മുമ്പ് നമ്മുടെ അത്താഴം കഴിച്ചു തീർക്കണം. അതായത് പഴവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി മരുന്ന് കഴിക്കേണ്ടവരാണ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഇളവുകളുണ്ട്. അവർ അവരുടെ ആരോഗ്യത്തിനനുസരിച്ച് ചെയ്യുക. എങ്കിലും അരിഭക്ഷണം ഒരു നേരമായി കുറയ്ക്കുക. ഏകാദശി ദിവസത്തിൻ്റെ തലേ ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഏകാദശി ദിവസം നമ്മൾ എടുക്കുന്നത് ഒരു നേരം പോലും നമ്മുടെ അരിഭക്ഷണമോ ധാന്യവർഗ്ഗങ്ങളോ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഗോതമ്പ്, അരി, റാഗി, തിന, ബാർലി മുതലായ ഒരു തരത്തിലുള്ള ധാന്യങ്ങളും അന്ന് നമ്മൾ ഉപയോഗിക്കില്ല. ചെറുപയർ, വൻപയർ, കടല ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ പച്ചക്കറികൾ നമുക്ക് ധാരാളമായി കഴിക്കാം, പഴവർഗ്ഗങ്ങൾ കഴിക്കാം, പാല് കുടിക്കാം. അതല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചിരിക്കാം, അതല്ലെങ്കിൽ ഉപവസിക്കാം. എങ്ങനെയാണോ നമ്മുടെ ആരോഗ്യക്രമം അല്ലെങ്കിൽ നമ്മളുടെ അവസ്ഥകൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വ്രതം ക്രമം രൂപീകരിക്കാം. ചായ കുടിക്കാം. ചായ കുടിക്കുന്നതിനൊന്നും യാതൊരു ദോഷവുമില്ല. ഗർഭിണികൾ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർ, അതുപോലെ തന്നെ അസുഖമുള്ളവർ, മരുന്ന് കഴിക്കുന്നവരൊക്കെ ഈ രീതിയിൽ ഭക്ഷണക്രമം പിന്തുടരുക. പക്ഷേ ധാന്യവർഗ്ഗങ്ങളോ അരിയോ മുതലായ സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല.
പച്ചക്കറികളും പഴങ്ങളും പാലുമൊക്കെ കഴിക്കാം, ചായ കുടിക്കാം, അതിനൊന്നും ഒരു ദോഷവുമില്ല. നമ്മുടെ സെക്കൻഡ് ചാനൽ, അതായത് കൗസ്തുഭം വെജ് ഫുഡ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഏകാദശി പുഴുക്കുണ്ടാക്കുന്ന വിധവും ചവ്വരി കൊണ്ടുള്ള 2 വിഭവങ്ങളും കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാം ഏകാദശി ദിവസം. നിങ്ങൾ ആ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്പീസ് കിട്ടും. ചവ്വരി നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നിലക്കടല അതായത് കപ്പലണ്ടി നമുക്ക് ഉപയോഗിക്കാം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉപയോഗിക്കാം. ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ ഉപവസിക്കാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടം. ഇനി വ്രതകഥ പറയാം. മാന്ധാത രാജാവ് വലിയ പ്രജാക്ഷേമ തൽപരനായിരുന്നു, സത്യസന്ധനായിരുന്നു, നീതിമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ജനങ്ങൾ വലിയ സന്തോഷത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. എല്ലാ സമ്പൽ സമൃദ്ധിയിലുമായിരുന്നു ആ ജനങ്ങൾ ജീവിച്ചിരുന്നത്. യാഗങ്ങളൊക്കെ നിരന്തരം ആ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ ഈ രാജ്യത്ത് മഴ പെയ്യാതായി. അങ്ങനെ മഴ പെയ്യാതെ 3 വർഷത്തോളം ആ രാജ്യം അങ്ങനെയായിരുന്നു. അങ്ങനെ യാഗങ്ങളെല്ലാം നിലച്ചു, കൃഷിസ്ഥലങ്ങളെല്ലാം വറ്റി വരണ്ടു. അങ്ങനെ ആകെ ജനങ്ങൾ പട്ടിണിയിലായി. അങ്ങനെ ജനങ്ങളെല്ലാവരും കൂടെ രാജാവിൻ്റെ അടുത്ത് പരാതിക്കായിട്ട് ചെന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുരാണങ്ങൾ പറയുന്നത് രാജാവ് തെറ്റ് ചെയ്യുമ്പോഴാണ് രാജ്യത്ത് ഇതുപോലുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നത്. ഇനി എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഞാൻ ഉടനെ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞ് ജനങ്ങളെ സമാധാനിപ്പിച്ചയക്കുന്നു. എന്നിട്ട് രാജാവ് വലിയ വിഷമിച്ച് മുനിമാരെയൊക്കെ കാണാനായിട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് ഋഷീശ്വരന്മാരെയൊക്കെ കണ്ടതിന് ശേഷം അവസാനം ഈ രാജാവ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ അംഗീരൻ്റെ അടുത്ത് എത്തുന്നു. അംഗീര മുനിയോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടാണോ എൻ്റെ രാജ്യത്തെ ജനങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. ഉടനെ ഇദ്ദേഹം പറയുകയാണ്, അതായത് അംഗീരമുനി പറയുകയാണ്, ശരിക്കും യാഗങ്ങളും ഹോമങ്ങളുമൊക്കെ ചെയ്യാൻ അർഹതപ്പെട്ടത് ബ്രാഹ്മണർക്കാണ്. പക്ഷെ അങ്ങയുടെ രാജ്യത്ത് ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ദോഷമുണ്ടായത്. അതുകൊണ്ട് അങ്ങയുടെ രാജ്യത്ത് നല്ല കാലം വരണമെങ്കിൽ ഈ ശൂദ്രനെ അങ്ങ് കൊന്നു കളയണമെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ രാജാവിന് വലിയ സങ്കടമായി. രാജാവ് പറഞ്ഞു, അങ്ങനെ ഒരു ആളെ വധിച്ചിട്ട് എൻ്റെ രാജ്യത്തിന് ഒന്നും തന്നെ നേടണ്ട, അത് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ അംഗീരന് വലിയ സന്തോഷമായി. അപ്പോൾ അംഗീരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് പറ്റുന്ന ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് ഈ ആഷാഢമാസത്തിലെ ദേവശയനി ഏകാദശി. അങ്ങും അങ്ങയുടെ കുടുംബത്തിലുള്ളവരും അതുപോലെ തന്നെ പ്രജകളും കൂടി ചേർന്ന് വിധിയാവണ്ണം ആചരിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകും. ഈ ഏകാദശിക്ക് പത്മ ഏകാദശി എന്നും ആഷാഢ ഏകാദശി എന്നും ഹരിശൈനി ഏകാദശി എന്നും പറയുന്നുണ്ട്. വലിയ വിശേഷമാണ്. എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിന് ഈ ഏകാദശി എടുക്കുന്നത് വലിയ വിശേഷമാണ് എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ രാജാവിന് വലിയ സന്തോഷമുണ്ടാകുകയും വിധിയാവണ്ണം അങ്ങനെ ചെയ്യുകയും ചെയ്യും. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവുകയും അവസാനം ആ രാജ്യത്ത് മഴ പെയ്യുകയും എല്ലാവർക്കും സന്തോഷമുണ്ടാവുകയും ചെയ്തു എന്നാണ് കഥ പറയുന്നത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. അതായത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റാരോടും തന്നെ മോശമായി പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ വേണമെങ്കിൽ രാജാവിന് ആ ശൂദ്രനെ പോയി കൊല്ലാമായിരുന്നു. പക്ഷേ രാജാവ് അത് ചെയ്തില്ല. രാജ്യത്തിൽ മഴ പെയ്യ്ക്കുന്നതിന് വേണ്ടി ഒരാളെ കൊല്ലുന്നതിനുണ്ട് ഒരു ദോഷവുമില്ല എന്ന് രാജാവിന് കരുതാം. പക്ഷേ രാജാവിൻ്റെ മുമ്പിൽ ബ്രാഹ്മണരോ ശൂദ്രരോ ഒന്നും തന്നെ ഒരു വേർകൃത്യമില്ലായിരുന്നു. അത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അംഗിരൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് നമ്മൾ മറ്റാരോടും തന്നെ മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. സന്യാസിമാരുടെ ഉപദേശപ്രകാരം പൂർണ്ണമായ വിശ്വാസത്തോടുകൂടിയും, അതായത് പൂർണ്ണമായ ദൈവവിശ്വാസത്തോടു കൂടിയും സ്വന്തം ശക്തി കൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നു പോലും മോചനം ലഭിക്കുമെന്നാണ് ഇവിടെ ഈ കഥ കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും 17-ാം തീയതി ഏകാദശി വ്രതം എടുക്കുക, 16-ാം തീയതി ഒരിക്കൽ ഉണ്ണുക, 17-ാം തീയതി വിധിയാവണ്ണം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഏകാദശി വ്രതം എടുക്കുക, 18-ാം തീയതി പാരണ വീടുക. പാരണ വീടേണ്ടുന്ന സമയം എങ്ങനെയാണ് എന്നുള്ളത് ഓരോ സ്ഥലത്തെയും അടുത്ത വീഡിയോ ആയിട്ടിടാം. വ്രതകഥ എല്ലാവരും കേൾക്കുക. ഏകാദശി ദിവസം വ്രതകഥ പറഞ്ഞു കൊടുക്കുക, വായിക്കുക. അതാണ് ചെയ്യേണ്ടത്.
വ്രതകഥ കേൾക്കുകയെങ്കിലും ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള മറ്റൊരാൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കണം. ഈ ഉപദേശം നമ്മൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അതുപോലെ 18-ാം തീയതി നമ്മൾ അന്നും ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കണം. ത്രയോദശി തിഥിയാണ്. ശുദ്ധാഹാരത്തിലിരുന്ന് പാരണ വേടി അന്നും കൂടെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കർക്കടകം തുടങ്ങുന്നു. 16-ാം തീയതി മുതൽ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ശീലിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായൊരു സമയമാണ്. അതുകൊണ്ട് കർക്കടക മാസം പുണ്യമാസമാണെന്ന് കരുതി നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കുറയ്ക്കുക. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പച്ചക്കറികളൊക്കെ കഴിക്കുന്നത്. നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളുടെ ആധിക്യം മൂലം ഇന്ന് ധാരാളം രോഗങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ രാമായണത്തിൻ്റെ കഥകൾ 16-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് രാമായണത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് രത്നാകരൻ രാമായണം രചിക്കുന്നതിലേക്ക് എത്തിയത് എന്നുള്ള കഥകൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ ദിവസം മുതൽ. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ അതിട്ടിട്ടുണ്ട്. എല്ലാ ദിവസത്തെയും, അതായത് കഴിഞ്ഞ ദിവസം മുതൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോകൾ എല്ലാവരും കാണുക. രാമായണം പാർട്ട് 1 അധ്യായം 1 എന്ന് തുടങ്ങുന്ന അവിടെ മുതൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ അത് പ്രത്യേകം രാമായണം എന്ന് പറയുന്ന ഒരു ഫോൾഡറാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കേൾക്കണം. അതായത് രാമായണം വായിക്കുന്നവരും വായിക്കാത്തവരും കഥകൾ കേൾക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം വായിക്കാൻ കഴിയാത്തവർക്ക് എല്ലാ ദിവസവും കഥകൾ കേട്ട് കഴിഞ്ഞാൽ വായിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 16-ാം തീയതി മുതൽ ഭഗവാന്റെ ജനനം മുതൽ തുടങ്ങാനായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കഥകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതായത് വാൽമീകിയുടെ കഥ മുതൽ പിന്നീട് ചന്ദ്രവംശം, സൂര്യവംശം, ഇങ്ങനെ നമ്മളതിൻ്റെ ഉത്ഭവം, രാജാ ഹരിശ്ചന്ദ്രൻ്റെ കഥകൾ, അപ്പോൾ ഇങ്ങനെ പോകുന്നു. അത് ഇതിൻ്റെ തുടക്കമാണ്. അപ്പോൾ അവിടെ മുതൽ നമ്മൾ കേട്ട് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ്, അതും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ റെസിപ്പീസൊക്കെ കാണുക. ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഉപയോഗിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. തുടങ്ങിയതേ ഉള്ളൂ, കുറച്ച് വീഡിയോസേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കാണുക. ഏകാദശി പുഴുക്കും ചൊവ്വരി കൊണ്ടുള്ള ഭഗവാന് നേദിക്കാൻ വെക്കുന്ന പ്രസാദവുമൊക്കെ നമ്മളതിലിട്ടിട്ടുണ്ട്. അതെല്ലാവരും കാണുക. കഥകളെല്ലാവരും നിർബന്ധമായും കേൾക്കണം. ഇതാണ് പറയാനുള്ളത്. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.